നമസ്കാരം, ഞാൻ റാണി ചാറ്റർജി. ഞാൻ വീണ്ടും ഒരു തവണ വന്നിരിക്കുകയാണ് ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. കുടുംബം ഒരു മനുഷ്യന്റെ ശക്തിയാണെന്ന് പറയും. നമ്മുടെ നന്മകളിലും തിന്മകളിലും നമ്മോട് എപ്പോഴും ഉണ്ടാവുന്നത് നമ്മുടെ കുടുംബം തന്നെയായിരിക്കും. സമൂഹത്തിൽ നിന്നും ഒരു മനുഷ്യനെ കുടുംബത്തിന് രക്ഷിക്കാനാവും. പക്ഷെ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ തിന്മ നിറഞ്ഞാൽ പിന്നെ ആർക്കാണ് രക്ഷയുണ്ടാവുക? അങ്ങനെ ഒരു കഥയിൽ നിരാലി അവളുടെ ചേച്ചിയുടെയും ഭർത്താവിന്റെ ഒപ്പമാണ് താമസിക്കുന്നത്. ഒരു പെൺകുട്ടി ഏറ്റവും സുരക്ഷിതയായി തോന്നേണ്ട സ്ഥലത്ത് തന്നെ അവൾക്കെതിരെ ഒരു തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാവത്തിന് മനസ്സിലാവുന്ന കൂടിയില്ല അവൾക്ക് വേണ്ടപ്പെട്ടവർ അവൾ ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്ന്. ചേച്ചി, ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാ. കോളേജിൽ എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി. ഇത് നോക്കിയേ. റാങ്ക് കിട്ടിയില്ല, ഞാനും ഹാപ്പിയാ. പക്ഷെ നേരം എടുത്തിട്ട് ഇപ്പൊ ഇത് 10ാമത്തെ തവണയാ നീ പറയുന്നേ. അതിനിപ്പോ എന്താ ചേച്ചി, റാങ്ക് കിട്ടാന്ന് പറഞ്ഞ നിസ്സാര കാര്യ? ആരാന്ന് പറയും? ആരാ ആരാ ചേച്ചി? ചേച്ചി ആരാന്നൊന്ന് പറ. ഇതാ നീ തന്നെ കണ്ടോ? ആ ചേട്ടനായിരുന്നോ? ഞാൻ പേടിച്ചു പോയല്ലോ. ഒരു കാര്യം അറിയോ, എന്റെ കോളേജിൽ എനിക്കാ സെക്കൻഡ് റാങ്ക്. ആഹാ, അതൊരു ഭയങ്കര കാര്യമാണല്ലോ അല്ലേ? രാവിലെ മുതൽ ഇത് കേട്ട് കേട്ട് എനിക്കിപ്പോ പ്രാന്തായിരിക്കുക. ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കേട്ടോ. ആ, നീ പൊക്കോ. അപ്പൊ ഇതിന്റെ സന്തോഷത്തിന് ഞാൻ നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേക്കുന്നത് നോക്കിയേ. നിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. വൗ, ചോക്ലേറ്റ്സ്. ചേട്ടൻ എന്നെ വളരെ നന്നായിട്ടാ നോക്കുന്നേ. നിന്റെ അച്ഛനമ്മയെ നിന്നെ നോക്കാനായിട്ട് എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനത് ചെയ്യണ്ടേ? ആ, അത് ശരിയാ. കഴിക്കേ. ഞാൻ എടുത്തു തരാം. എന്റെ പൊന്നു മോളെ, നീ ഇവിടെ ഇരുന്ന് ചോക്ലേറ്റ് കഴിക്കുന്ന നേരം കൊണ്ട് അവിടെ വന്നൊന്ന് നിനക്ക് സഹായിച്ചുകൂടെ? ഇല്ല, ഇന്ന് ഞാൻ ഒരു പണിയെടുക്കൂല. ഇന്ന് മുഴുവൻ ഞാൻ വെറുതെ ഇരിക്കാൻ പോവാ. അത് മതി മോളെ. വെറുതെ ചൊറിയും കുത്തി ഇരിക്കുന്ന നേരം കൊണ്ട് ഒന്ന് പണിയെടുക്കാൻ നോക്ക്. മായ, നീ ഭക്ഷണം ഉണ്ടാക്ക്. എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇവിടെ തലേ കയറ്റി വെച്ചോ. ശരി, എന്തെങ്കിലും കാണിക്കേ. താങ്ക് യു ഏട്ടാ. ഓക്കെ ഓക്കെ. ആ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? അതിപ്പോ കോളേജ് കഴിയട്ടെ, ബാക്കി അപ്പൊ നോക്കാം. എന്ത് നോക്കാന്ന്? ഒന്നും ഫിക്സ് ഒന്നും അല്ല, ആലോചിച്ചിട്ടില്ല. വാവ്, എന്തോരം നല്ല നല്ല സാരികളാ. ഇതിന്റെ വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ നിരാലി, നീ ഇത് ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ പോകുന്നേ? എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട് ചേച്ചി. വൈകുന്നേരം വരാൻ അല്പം വൈകും. നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല, മര്യാദ പോയി ചേഞ്ച് ചെയ്യേ. ചേട്ടാ ഇത് കണ്ടോ, എന്റെ ഫ്രണ്ട്സ് എല്ലാരും വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പോവാറില്ലല്ലോ. അവളെ വിട്ടേക്ക് മായ. ഇന്നൊരു ദിവസത്തെ കാര്യമില്ലേ. ഇവളി എല്ലാ ദിവസവും ഒന്നും പാർട്ടിക്ക് പോകുന്നില്ലല്ലോ. ആഹാ, പാർട്ടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഞാനും കൂടാ. ആ തുഷാർ, വന്നിരിക്കേ വാ. എനിക്ക് തരാൻ തൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ തനിക്ക് പാർട്ടി ഉണ്ടാക്കാൻ പൈസ ഉണ്ട്. സോറി തുഷാർ, അത് പിന്നെ എനിക്ക് ഒരാഴ്ച കൂടി നീ സമയം തരണം. അപ്പം ഞാൻ മുഴുവനായിട്ടെല്ലാം തന്നു തീർത്തോളാം. ആ, നമുക്ക് നോക്കാം. ശരി. ആ, വളരെ നന്ദിയുണ്ട്. ചേട്ടാ, സമയം വൈകുന്നു, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ പ്ലീസ്? തുഷാർ, നീ ഇരിക്കെ, ഞാനിപ്പോ വരാം. പോവാം. അല്ലെങ്കിലും പോയിട്ട് എനിക്ക് തിരക്കൊന്നുമില്ല. ഇപ്പൊ വരാം. ശരി. പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി, സുഖമല്ലേ? വന്നിരിക്കെ സംസാരിക്കാം.
പിന്നെ പറയൂ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതൊക്കെ നന്നായിട്ട് പോകുന്നു. പക്ഷെ താൻ എപ്പോഴും കാശ് വാങ്ങിക്കാനല്ലേ വരുള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ എന്നെ കാണാൻ കൂടി വന്നൂടെ? ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. ഇതിപ്പോ വീട്ടിലാരും ഇല്ലാത്ത സമയമാണല്ലോ. ഉം. അപ്പൊ പിന്നെ സുഖവിവരമൊക്കെ കാര്യമായിട്ട് തന്നെ അങ്ങ് അന്വേഷിക്കാം. വിരാലി, ഉം. അത് പിന്നെ ആ തുഷാറിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് മോശമായി പോയോ? എനിക്ക് മനസ്സിലായില്ല ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? വാ നമുക്ക് നോക്കാം. വാ. തുഷാർ, എന്തായി ചെയ്യുന്നേ? ഞാനിപ്പോ എന്ത് കാണിച്ചതാ? ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. നിങ്ങളുടെ വിശേഷം പറച്ചിൽ ഞാനിപ്പോ കണ്ടല്ലോ. നീ അങ്ങാടി കുഴയുകയായിരുന്നല്ലേ? ഇറങ്ങടാ, ഇപ്പൊ ഇറങ്ങണ അവിടെ നിന്ന്. ഇനി മേലെ അവിടെ കണ്ടുപോരുത് തന്നെ. എന്നെ പിടിച്ച് പുറത്താക്കുന്നോടാ. ഇതിനുള്ള പണി നിനക്ക് കിട്ടിയിരിക്കും. മിണ്ടാതിറങ്ങി പോടാ. ഇനി എന്റെ വീടിന്റെ പരിസരത്ത് തന്നെ കണ്ടുപോരുത്. കണ്ട ഞാൻ പോലീസിനെ വിളിക്കും. നീ വാ ബരാലി. കള്ള നായിന്റെ മോൻ എന്റെ സകല മൂട് നശിപ്പിച്ചു. ചേട്ടാ, ചേട്ടനൊന്ന് സമാധാനപ്പെട്. ചേച്ചിക്ക് ചിലപ്പോ അറിയാതെ സംഭവിച്ചായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ചേട്ടൻ തെറ്റിദ്ധരിച്ചായിരിക്കും. അല്ല, ആ തുഷാർ മഹാവൃത്തികെട്ടവനാ. പക്ഷെ അത് എന്റെ ഭാര്യയുടെ അടുത്തെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടാ, ഇനിയെങ്കിലും ഈ ദേഷ്യം ഒന്ന് നിർത്ത്. വെറുതെ എന്റെ മൂടും കൂടെ നശിപ്പിക്കല്ലേ. ആ, നീ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനുള്ളതാ. ചേട്ടൻ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? നടക്ക്. ശരി. എന്തുപറ്റി? നീ എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? എന്തു പറയാനാ, ഇന്ന് ചേട്ടനും ചേച്ചിയും കൂടെ ഭയങ്കര വഴക്കായിരുന്നു. ഒരു കുഴപ്പമില്ല, അത് ചേച്ചി ചേട്ടനെ സോപ്പിട്ട് നിന്നോളും. ആണോ? പിന്നല്ലേ, നീ എന്നെ അതുപോലല്ലേ സോപ്പിടാറ് അല്ലേ? പഠിത്തമൊക്കെ എങ്ങനെ പോന്നു? നന്നായിട്ട് പോകുന്നു. നിന്നെ പറഞ്ഞയക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇപ്പൊ വരില്ലേ? അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നമ്മളിങ്ങനെ എത്ര നാൾ ആരും അറിയാതെ കാണും. ഇനി അധികം നാളുണ്ടാവില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്റെ കാര്യം പറയട്ടെ? അല്ല, ഞാൻ തന്നെ വന്ന് നിന്റെ ചേട്ടനോടും ചേച്ചിയോടും സംസാരിക്കാം. വേഗം വേണം. വേഗം വരാം. പോരെ? നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ? എന്റെ കാര്യം നോക്കാൻ നീയില്ലേ? ആ ചേട്ടൻ വന്നോ? പോവാം. ഇന്നെന്താ ചേട്ടൻ നേരത്തെ വന്നേ? നമസ്കാരം. പോവാം. നിങ്ങൾ ചായ കുടിക്കേ. എന്താ നീരാലി, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, അത് ഞാൻ വെറുതെ. സാറേ നമസ്കാരം. ആ പറയൂ, എന്താ വേണ്ടേ? ചേച്ചി, അതെന്റെ ഫ്രണ്ടാ, പേര് നവീൻ. അകത്തേക്ക് വാ. വരൂ. വാ, വന്നിരിക്കേ. അതായത് എനിക്കും നിരാലിക്കും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ പറയ്. അത് പിന്നെ ചേച്ചി, അത് ഞാനും നവീനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടാ.
ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നവീൻ ഒരുപാട് നല്ലവനാ, എന്നെ നന്നായിട്ട് നോക്കും. അതെ, നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിരാലി എപ്പോഴും എൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കും. നിരാലി നീ നോക്ക്, ഇവിടെ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നിന്റെ ചേട്ടനാ. ചേട്ടാ പ്ലീസ് ചേട്ടാ, നവീൻ നല്ലവനാ ചേട്ടാ. എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല ചേട്ടാ, പ്ലീസ്. ഇതിപ്പോ നിനക്ക് ഈ പയ്യനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിനക്ക് തെറ്റുപറ്റ വഴിയില്ലല്ലോ. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ നന്ദിയുണ്ട്. നിരാലയോടുള്ള സ്നേഹം അയാളെ ശരിക്കും അന്ധനാക്കിയിരുന്നു. അവളുടെ ചേച്ചിയുടെ ഭർത്താവാണ് താൻ എന്നുള്ള കാര്യം അയാൾ മറന്നിരുന്നു. നിരാളി മറ്റൊരാളുടെ ഒപ്പം സന്തോഷമായിരിക്കുന്നത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിരാലിയുടെ സന്തോഷം മനസ്സിലാക്കാം. അവൾ ഇഷ്ടപ്പെടുന്ന ആളുമായിട്ട് അവളുടെ കല്യാണം നടക്കാൻ പോവുകയാണല്ലോ. പക്ഷെ ദിൽഖുഷിന് ഇതിൽ സന്തോഷം ഉണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു. അയാളെപ്പോലൊരാൾ മറ്റെന്തും ചെയ്യാൻ മടിക്കില്ല. നിരാലി അവളുടെ ചേച്ചിയുടെ ഭർത്താവിനെ അവളുടെ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്. അയാളുടെ മനസ്സിൽ അവളെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നവൾ അറിഞ്ഞതുമില്ല. അതവൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൾക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? നായിന്റെ മോനെ എന്റെ പൈസ കൊണ്ട് തിന്നിട്ട് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നു. നിന്റെ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാം. നിന്നെ പോലെ ഒരുത്തന്റെ പൈസ കയ്യിൽ വെക്കാനായിട്ട് എനിക്കും ആഗ്രഹമില്ല. എന്റെ പൈസ എനിക്ക് നാളെ കിട്ടണം. അല്ലെങ്കിൽ നിന്നെ ആളയച്ച് ഞാൻ കൊല്ലുകയും ചെയ്യും. നിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ കിടക്കുകയും ചെയ്യും. നിനക്ക് മനസ്സിലായോ? നീ എന്താടാ പറഞ്ഞേ? നായിന്റെ മോനെ. ഹലോ ഹലോ, പറയുന്നേക്കടാ. ഇവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. എന്ത് പറ്റിയേട്ടാ? അർജന്റായിട്ട് എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? നീയും നീരാലായിട്ടുള്ള കല്യാണത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. ആ ചേട്ടാ പറഞ്ഞോളൂ. നീരാലിയുടെ അച്ഛനമ്മയെ മരിച്ചപ്പോൾ മുതൽ അവൾ ഞങ്ങളോടൊപ്പമാണ് കഴിയുന്നത്. അതുകൊണ്ട് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അതെ, നിരാലി എന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ചേട്ടൻ അവളെ നല്ലവണ്ണം നോക്കുന്നുണ്ട്. അവൾ പറഞ്ഞത് ശരിയാണ്. അവൾ ഒരുപാട് കാലമായി ഞങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ അവൾ ഇതുവരെ എൻ്റെ കൂടെ കിടന്നിട്ടില്ല. എന്നിട്ടിപ്പോൾ എവിടെന്നോ വന്ന നിനക്ക് അവളെ കല്യാണം കഴിച്ച് അവളുടെ കൂടെ കിടക്കണോ അല്ലടാ? ഏട്ടാ എന്താ ഈ പറയുന്നത്? ഇനി നീ അവളെ കാണരുത്. അവൾ എൻ്റേത് മാത്രമാണ്. താൻ ഇത്രയ്ക്ക് വൃത്തികെട്ടാനാണെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തൻ്റെ ഈ വൃത്തികെട്ട മനസ്സിലിരിപ്പുണ്ടല്ലോ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് ശരി. അപ്പോ നീ എൻ്റെ നീരാലിയെ എന്നിൽ നിന്ന് അകറ്റുമല്ലേ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ കാശ് വാങ്ങാൻ വേണ്ടി വന്നതാ. നീ എന്താടാ ഈ കാണിച്ചേ? നോക്കേ, നീ ഇവിടെ ഇപ്പൊ കണ്ട കാര്യമില്ലേ? ഇത് നീ ആരോടും പറയാൻ പാടില്ല. നോക്ക്, ഞാൻ നിനക്ക് തരാനുള്ള പൈസ ഇരട്ടിയായിട്ട് തിരിച്ചു തന്നേക്കാം. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നിന്റെ ഭാര്യയെയും അനിയത്തിയെയും ഒരു രാത്രിക്ക് നീ എൻ്റെ കൂടെ വിടണം. പിന്നെ നീ എനിക്ക് ഒറ്റ പൈസ തിരിച്ചു തരട്ടാ. ഇവിടെ കണ്ടേക്കാൻ ഞാൻ മറന്നോളാം. നിന്നേണ്ടല്ലോ.
ഞാൻ നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവാടാ. നിന്റെ ഭാര്യ അവളുടെ അനിയത്തിയും ഇന്ന് എന്റെ കൂടെ ആയിരിക്കും കിടക്കുന്നത്. മായയുടെ ഉണ്ടോ? പുറത്തേക്ക് വാ. താനോ? ആ, ഞാൻ തന്നെ. നിന്റെ ഭർത്താവിന് ആവശ്യത്തിന് കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇനി നിന്റെ ഇടയ്ക്ക് കയറാനായിട്ട് ആരും തന്നെ നീ ഉണ്ടാവില്ല. എന്തേ കാണിക്കുന്നേ? എന്നെ വിട്. ചേച്ചി ചേച്ചി എന്തേ കാണിക്കുന്ന? വിട് നിങ്ങളെ രണ്ടുപേരെ ഞാൻ വിടാൻ പോകുന്നില്ല. നിന്നെയും എനിക്ക് വേണം. വിട് വിട് എന്നെ വിട്. വിടാനാ പറഞ്ഞേ. കേട്ടൊന്ന് പിടയ്ക്കാതറി. നിന്റെ കാമുകൻ എന്തായാലും ചത്തുപോയി. എന്താ പറ്റിയേ? നിന്റെ ചേട്ടൻ തന്നെയാ കൊന്നത്. എന്റെ നവീൻ എന്താ പറ്റിയേ? നിന്നൊരാണിന്റെ സുഖം അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിട്. ചേച്ചി ചേച്ചി ചേച്ചി. തുഷാർ തുഷാർ ചേച്ചി, ഇയാൾക്ക് പൾസില്ല. ചേച്ചി, ഇയാള് മരിച്ചു എന്നാ തോന്നണേ. ഇവനൊക്കെ ചാവുന്നതാ നല്ലത്. അയ്യോ, ഇതെന്തായി കാണിച്ചേ? ഒരൊറ്റ രാത്രി കൊണ്ട് മനുഷ്യന്റെ ജീവിതം മാറി മറിയും. നമ്മളത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ കാണുകയും ചെയ്തു. മായയുടെയും നിരാലയുടെയും സന്തോഷമുള്ള ജീവിതം താറുമാറായി. അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു. കൃത്യസമയത്ത് ദിൽഖുഷ് സ്വയം നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇതെല്ലാം തടയാൻ സാധിക്കുമായിരുന്നു. തന്റെ നിഷ്കളങ്കയായ അനിയത്തിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് മായ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ നടന്നതെന്തായാലും അതൊക്കെ തെറ്റായിരുന്നു. തുഷാർ നിരാലയോട് മോശമായ രീതിയിൽ പെരുമാറി. അതിനുള്ള ശിക്ഷ അവന് കിട്ടുകയും ചെയ്തു. ഇനി ആ കുടുംബത്തിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതൊരു കഥ മാത്രമാണ്. വികാരങ്ങൾക്കടിമപ്പെട്ട് എത്രയോ മനുഷ്യർ തെറ്റായ വഴികളിലേക്ക് പോകുന്നുണ്ട്. അത് പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത ബുദ്ധിമുട്ടുകളിലേക്കാണ് അവരെ എത്തിക്കുന്നത്. വേണ്ടത് ജാഗ്രതയും സുരക്ഷയും തന്നെയാണ്. ഞാൻ റാണി ഇപ്പോൾ നിങ്ങളോട് വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ ഒരു പുതിയ കഥയുമായി. ജാഗരൂകരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ജയ് ഹിന്ദ്.